സിറിയയിലെ അലിപ്പോ നഗരം വിമതർ പിടിച്ചടക്കി. ഹയത്ത് തഹീർ അൽ-ഷം എന്ന ഭീകര സംഘടന അലിപ്പോ, ഇദ്ലിബ് മേഖലകളിൽ മുന്നേറ്റം തുടരുകയാണ്. 2016 ശേഷം ആദ്യമായാണ് സിറിയൻ നഗരത്തിൽ വിമത മുന്നേറ്റം ശക്തമാകുന്നത്. സിറിയയ്ക്ക് സഹായം നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചു. 255 പേർ കൊല്ലപ്പെട്ടതായാണ് സിറിയൻ ഒബ്സർവേറ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ ആക്രമണമാണ് സിറിയൻ നഗരമായ അലിപ്പോയിലും. സിറിയൻ സൈന്യം അലിപ്പോയിൽ എത്തിയിട്ടുണ്ട്. നഗരത്തിലേക്കുള്ള റോഡുകളെല്ലാം തന്നെ അടച്ചു. അലിപ്പോ വിമാനത്താവളവും പ്രവർത്തനം നിർത്തിവെച്ചു. തദ്ദേശ സ്വയംഭരണ സംവിധാനമായ സിറ്റി കൗൺസിലും പോലീസും ഇന്റലിജൻസ് കേന്ദ്രങ്ങളും ശൂന്യമാണ്. ഇവിടങ്ങളിലൊന്നും ജീവനക്കാരോ ഭരണ സംവിധാനങ്ങളൊന്നും തന്നെയോ പ്രവർത്തിക്കുന്നില്ല. മുൻകാലഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സംഭവവികാസമാണ് ഇതോടെ ഉണ്ടായിട്ടുള്ളത്. തഹ്രീർ അൽ-ഷം വിമത വിഭാഗമാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണകൂടത്തിനെതിരെ 2016 ശേഷം ഇതാദ്യമായാണ് ആക്രമണങ്ങളുടെ പരമ്പര. അലിപ്പോ നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതായി നേരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. നിലവിൽ ആ അവകാശവാദം വസ്തുതാപരമല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സർക്കാരിനെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധം മുതലെടുക്കാൻ ജിഹാദി വിഭാഗങ്ങൾ ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നാണ് സൂചന. സമാന സംഘർഷം നടക്കുന്ന ഇദ്ലിബിൽ വൻതോതിൽ തുർക്കി സൈന്യവും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇദ്ലിബിൽ റഷ്യൻ പിന്തുണയോടെ സിറിയ വ്യോമാക്രമണം നടത്തിയെന്നും വാർത്തകൾ പുറത്തുവരുന്നു. വെള്ളിയാഴ്ച മാത്രം 23ഓളം വ്യോമാക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ക്രെംലിൻ വക്താവും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് ജനം.